ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലെ ചടയമംഗലം ജടായുപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പരിസ്ഥിതി ഉദ്യാനവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ജടായു എർത്ത് സെൻറ്റർ അല്ലെങ്കിൽ ജടായു നേച്ചർ പാർക്ക്. 64 ഏക്കറാണ് ഈ പാർക്കിൻ്റെ വിസ്തീർണം. സംവിധായകനും പ്രശസ്ത ശില്പിയുമായ രാജീവ് അഞ്ചലിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. 1200 അടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ശനി ഞായർ തീയതികളിൽ 6 മണി വരെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടാണ് ഇതിൻ്റെ എൻട്രൻസ് ഒരുക്കിയിരിക്കുന്നത്. ഇല്ലികളും പനകളും ഒക്കെയായിട്ട് അതിമനോഹരമാണ്. ഇടയ്ക്ക് ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. വാതിൽക്കൽ സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ട്. അവിടെ നിന്നാൽ കാണുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് ഇതൊക്കെ. അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഫീ 325 രൂപയാണ്. എന്നാൽ കേബിൾ കാറിന് നമ്മൾ അഡീഷണലായിട്ട് 200 രൂപ കൊടുക്കണം. നടന്നു പോകേണ്ടവർക്ക് പോകാവുന്നതാണ്. 1 കിലോമീറ്റർ ദൂരമുണ്ട് മുകളിലേക്ക് കയറി പോകാൻ. പക്ഷെ നല്ല കയറ്റമാണ്. ഞങ്ങൾ കേബിൾ കാറിൽ തന്നെ പോകാൻ തീരുമാനമെടുത്തു. അവിടെ നീണ്ട ക്യൂ ഉണ്ട്. ആദ്യമേ ചെന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യമേ കയറി നിൽക്കാൻ സാധിച്ചു. സ്കൂളിൽ നിന്നൊക്കെ എക്സ്കർഷൻ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ നിലയിലേക്ക് നമ്മൾ കയറിപ്പോണം. ആദ്യത്തെ നിലയിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് പ്രവേശനമുള്ളൂ. അവിടെ ചെറിയ ക്യാൻറ്റീനും ഒക്കെ ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കസേരയിൽ ഇരുന്നിട്ട് കേബിൾ കാർ വരുന്നതനുസരിച്ചാണ് മുകളിലേക്ക് കയറ്റി വിടുന്നത്. 2ാം നിലയിൽ നിന്നാണ് കേബിൾ കാറിൽ പ്രവേശിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. $4000 പേർക്ക് ഒരു ദിവസം സന്ദർശിച്ചിട്ട് പോകാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഓഗസ്റ്റ് 17-ാം തീയതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജടായുവിനെ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ജടായു എർത്ത് സെൻറ്റർ ഇതിന് പേരിടാൻ കാരണം തന്നെ ഈ മൈനിങ്ങിൽ നിന്ന് മറ്റ് മലകളെയും കുന്നുകളെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു ഗാർഡിയനായിട്ടാണ് ഈ ജടായു പക്ഷിയെ സങ്കല്പിച്ചിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 16 കേബിൾ കാറുകളാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാം. 6 പേർക്കാണ് ഒരു സമയത്ത് സഞ്ചരിക്കാവുന്നത്. 15 മിനിറ്റാണ് സമയം. ഫ്രീ ക്ലൈംബിംഗ്, ചിമ്മിനി ക്ലൈംബിംഗ്, കമാൻഡോ നെറ്റ്, ബർമ ബ്രിഡ്ജ് തുടങ്ങിയ 20ഓളം സാഹസിക വിനോദങ്ങൾ ഇവിടെയുണ്ട്. കേബിൾ കാർ 4 എണ്ണം ഒന്നിച്ചാണ് വരുന്നത്. രാവിലെ അതിനകത്ത് ബാറ്ററി ഏതാണ്ടൊക്കെ സ്റ്റാഫ് കയറ്റി വെക്കുന്നുണ്ട്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് നമ്മൾ അതിലേക്ക് കയറേണ്ടത്. പലരും ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. പല പ്രാവശ്യം കേബിൾ കാറെ കയറിയിട്ടും ഉണ്ടായിരിക്കാം. അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് വിവരിക്കുന്നത്. അതിലിരുന്നാൽ ചുറ്റുപാടുള്ള സ്ഥലങ്ങളെല്ലാം കാണാവുന്നതാണ്. നല്ല മനോഹരമായ ഒരു യാത്രയാണ്. സെക്കൻഡുകൾക്കകം കുന്നും മലയും താണ്ടി നമ്മൾ 1 കിലോമീറ്റർ മുകളിൽ ചെല്ലുന്നു.
നല്ല കാറ്റുള്ളതുകൊണ്ട് കേബിൾ കാറ് ആടുന്നുണ്ടായിരുന്നു. അടുത്ത സെറ്റ് കേബിൾ കാറ് എതിരെ വന്ന് കടന്നു പോകുന്നു. റോപ്പ് വേയും ട്രക്കിങ്ങും ഒക്കെ ഈ ജടായു പാറയിൽ സജ്ജീകരിച്ചിരിക്കുന്നുണ്ട്. അങ്ങ് ദൂരെയുള്ള സ്ഥലങ്ങൾ വരെ നമുക്ക് കാണാവുന്നതാണ്. രാമായണത്തിൽ രാവണനും ജടായുമായി നടക്കുന്ന യുദ്ധത്തിൽ വെട്ടേറ്റ് ജടായു പാറയിൽ വീണതായിട്ടാണ് സങ്കല്പം. അവിടെ മരിക്കാതെ ശ്രീരാമനോട് വിവരം പറയുന്നിടം വരെ ജീവനോടെ ഇരുന്നു. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇതിനെ ജടായു പാറ എന്ന് പറയപ്പെടുന്നത്. തിരുവനന്തപുരത്തു നിന്ന് 50 കിലോമീറ്റർ ദൂരവും കോട്ടയത്തു നിന്ന് 108 കിലോമീറ്ററും ദൂരമാണ് ജടായു പാറ സ്ഥിതി ചെയ്യുന്നത്. സീതയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ ജടായു ശ്രമിച്ചത്. അപ്പോൾ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനും സുരക്ഷയ്ക്കുമാണ് പ്രശസ്ത ശില്പിയും സംവിധാനവുമായ രാജീവ് അഞ്ചൽ ഈ ശില്പം സമർപ്പിച്ചിരിക്കുന്നത്. വെയിലിന് നല്ല ചൂടുണ്ടെങ്കിലും നല്ല കാറ്റടിക്കുന്നുണ്ട്, അത്രയും ചൂട് അനുഭവപ്പെടുന്നില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന കേബിൾ കാറിൽ നിന്ന് തന്നെ ഞങ്ങൾ ചാടി ഇറങ്ങി. അവിടുന്ന് പിന്നെയും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. സ്റ്റെപ്പ് മുകളിലോട്ടും കയറാം, അല്ല ഇത് സൈഡിൽ കൂടി ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തൂടെയും കയറാം. മനോഹരമായ ജടായു ശില്പം നമുക്ക് കാണാവുന്നതാണ്. 200 അടി നീളവും 150 അടി വീതിയും 70 അടി ഹൈറ്റുമുണ്ട് ഈ ശില്പത്തിന്. 15,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിൻ്റെ തറ വിസ്തീർണം. നമുക്ക് 10 മണിക്ക് ശേഷം പ്രവേശനം ലഭിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നല്ല വെയിലായിട്ടുണ്ട്. ശ്രീരാമപാദം പതിഞ്ഞ ഒരു ക്ഷേത്രവും ഇവിടെയുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ തറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ കാലങ്ങളായി ഇത് കാണണമെന്ന് ആഗ്രഹിച്ചതാണ്. പലപ്പോഴും റോഡിൽ പോകുമ്പോൾ, തിരുവനന്തപുരത്തിനൊക്കെ പോകുമ്പോൾ നമ്മളിത് കാണാറുണ്ട്. ഇന്നാണ് അതൊന്ന് കാണാൻ സാധിച്ചത്. ജടായു മാത്രമല്ല, ഇതിൻ്റെ ചുറ്റുപാടും കാണാൻ അതിമനോഹരമാണ്. അങ്ങ് ദൂരെ വരെ കാണാം, കാരണം ഇത്രയും പൊക്കമുള്ളതിൻ്റെ മേളിൽ നിൽക്കുന്നതുകൊണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് വന്ന് കാണേണ്ടതാണ്. ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടോട്ട് പ്രവേശിച്ചു. അവിടെ ഒരു ചെറിയ കടയുണ്ട്. അവിടെ നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാം. രൂപങ്ങളും മാലകളും ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ചെരുപ്പൊക്കെ ഊരി കൊടുത്തിട്ട് വേണം പോകാൻ. അമ്പലത്തിൻ്റെ സൈഡിലെല്ലാം ധാരാളം രൂപങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ശ്രീരാമൻ്റെ പാദം പതിഞ്ഞത് അതുപോലെ തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. മനോഹരമായ ബുഗൻവില്ല അത്രയും ഉയരത്തിൽ കിളുത്തു നിൽപ്പുണ്ട് പാറയ്ക്കിടയ്ക്കിലായിട്ട്. തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്നൊക്കെ ഒത്തിരി പിള്ളേരും കോളേജ് അധ്യാപകരുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മലയാളികളെ അധികം അവിടെ കണ്ടില്ല. ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചൂട് കൂടുതലാണെങ്കിലും നമുക്കിവിടെ കയറിയിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറേ ഫോട്ടോസൊക്കെ ഞങ്ങളിവിടെ എടുത്തു. അതിൻ്റെ മേളിൽ നമുക്ക് സ്നാക്സും നാരങ്ങാവെള്ളവും ചായയും ഒക്കെ കിട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അല്പം വില കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ.
ജഡായുവിൻ്റെ ശില്പത്തിൻ്റെ ഉള്ളിൽ ചുടിയൊക്കെ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നത്തേക്ക് ഇത് തീരും എന്ന് ചോദിച്ചപ്പോൾ 1 വർഷം എടുക്കും എന്നാണ് അവർ പറഞ്ഞത്. അതിനകം കയറി കാണാൻ സാധിച്ചില്ല എന്നുള്ളൊരു സങ്കടം ബാക്കി നിൽക്കുന്നുണ്ട്. ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റും സൂര്യപ്രകാശവും എല്ലാം ഉണ്ട്. എല്ലാവരും അവനവൻ്റേതായ രീതിയിൽ ഫോട്ടോകളൊക്കെ എടുത്തു. ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ മറിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ കാണാൻ സാധിക്കുന്നു. വലിയ പണച്ചെലവില്ലാതെ തന്നെ നമുക്ക് ചെറിയ ചെറിയ യാത്രകൾ അറേഞ്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ജഡായു പാറ ഇവിടെ വയ്ക്കുക. കൊല്ലത്ത് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മടക്കയാത്ര ആരംഭിച്ചു. ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ യാത്ര തുടരട്ടെ. താങ്ക് യു.